പ്ലസ് ടു ഓണപരീക്ഷയുടെ ടൈം ടേബിൾ വന്നു കഴിഞ്ഞു. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ നമുക്ക് ഓണപരീക്ഷ എന്ന് പറഞ്ഞ ആ ഒരു സീരിയസ് എക്സാം ഫേസിലോട്ട് കിടക്കാനുള്ളൂ. പ്ലസ് വണ്ണിൽ നല്ല പണി കിട്ടിയിട്ട് പല ആൾക്കാരും ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇംപ്രൂവ്മെന്റ് എക്സാം ഇല്ല, ഒരു കൺഫർമേഷൻ ഒന്നും ഇല്ല. മിക്കവാറും പ്ലസ് ടു എക്സാമിന്റെ കൂടെ തന്നെ ആയിരിക്കും. അവിടെ വിദ്യാഭ്യാസ വകുപ്പ് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ അറിയുന്ന ഡീറ്റെയിൽ. അപ്പോൾ നമുക്ക് ഇനിയുള്ളത് സീരിയസ് ആയി കണ്ടു കഴിഞ്ഞാൽ പ്ലസ് വണ്ണിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും. കാരണം കമ്പൈൻഡ് ആയിട്ടാണ് ഇവർക്ക് മാർക്ക് വരിക, പ്ലസ് വണ്ണും പ്ലസ് ടു കൂടിയാണ് അല്ലേ. അപ്പൊ ഇനി ഇൻ കേസ് ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് ഇനി പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്ലസ് ടു ടോപ്പിക്സ് അടിപൊളിയായി മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവറോൾ മാർക്കിൽ അത് എന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓണപരീക്ഷ സീരിയസ് ആയി കണ്ടിട്ടില്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ ഉടനെ തന്നെ ക്രിസ്മസ് എക്സാം വരും. അത് കഴിഞ്ഞ ഉടനെ തന്നെ മോഡൽ ലാബ്, പബ്ലിക് ലാബ് കാര്യങ്ങളൊക്കെ ടൈം ഉണ്ടാവില്ല. പ്ലസ് ടു അത്യാവശ്യം ടൈറ്റ് ഷെഡ്യൂൾ. അപ്പൊ ഈ ഒരു ടൈറ്റ് ഷെഡ്യൂൾ എന്തായാലും പഠിക്കുമ്പോൾ ചെറപറാ പഠിക്കാതെ പ്രോപ്പർ ആയിട്ട് സയന്റിഫിക് മെത്തേഡ് തന്നെ പഠിക്കണം. കാരണം അല്ലെങ്കിൽ പഠിക്കും പക്ഷേ അതിനനുസരിച്ച് മാർക്ക് ഉണ്ടാവില്ല. ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു സ്ട്രാറ്റജി കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പം ആ ഒരു സ്ട്രാറ്റജി ഒക്കെ സെറ്റ് ആക്കാനാണ് കേട്ടിട്ടുണ്ടാവും 15 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഉള്ളത്. സോ ഈ 15 ഡേയ്സിലടാ നമ്മൾ ചാപ്റ്ററിന്റെ വൺ ഷോട്ട് കംപ്ലീറ്റ് റിവിഷൻ, അത് കഴിഞ്ഞ് പിന്നെ അല്ല PYQ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ്. കാരണം PYQയുടെ ആ PDF ഫയൽ നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നത് മാത്രമല്ല PYQs ഓടിച്ചു പോകുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഏത് ടോപ്പിക് ആണ് ഇമ്പോർട്ടന്റ്, അത് ടോപ്പിക് വൈസ് ആയിട്ടാണ് ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഫ്രീ ആണ്. നിങ്ങൾ കിട്ടിയവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. എടാ ഇനിയും PYQ ചലഞ്ച് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം, നമുക്ക് അറിയാൻ ആർക്കെങ്കിലും പോയിട്ടുണ്ടോ അല്ലേ. അപ്പം അങ്ങനെ വൺ ഷോട്ട് റിവിഷനും PYQ PDF തരും. പിന്നെ അതിന്റെ ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിസ്കഷൻ ഉണ്ട്. അപ്പൊ 15 ഡേയ്സിൽ ഇപ്പം 8 ഡേ ആയിട്ടുണ്ട്. അപ്പൊ 8 ഡേ ഫോളോ ചെയ്ത ആൾക്കാർക്ക് സെറ്റ് ആയിരിക്കും. എടാ സെറ്റ് ആണെങ്കിൽ താഴെ കമന്റ് ആ ടൈം ടേബിൾ ഒന്ന് ഇവിടെ കാണിക്കണേ. 8 ഡേയ്സ് നിങ്ങൾ എങ്ങനെ ഫോളോ ചെയ്തെന്നും നിങ്ങൾ ആ ഒരു ജേർണി എങ്ങനെയാണെന്ന് ഒന്ന് താഴെ കമന്റ് ചെയ്യും. ഇതിപ്പോ ആദ്യമായിട്ട് കേൾക്കുന്ന കുട്ടികളാണെങ്കിൽ ഇന്നാണ് അറിയുന്നത്. ഒരു പഠിച്ചു തുടങ്ങണം. ഇനി ഫ്രീ ആകുന്ന സമയത്ത് രാവിലെ ഒക്കെ പഠിക്കാം അല്ലേ. മിസ് ഔട്ട് ആയത് നിങ്ങളും പഠിക്കാം. അപ്പൊ ഓവറോൾ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ 15 ഡേയ്സ് ചലഞ്ചിൽ നമ്മൾ ഓവറോൾ ടോപ്പിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ടോപ്പിക് എല്ലാം തീർക്കുന്നുണ്ട്. ഒഫീഷ്യലി നിങ്ങളുടെ സ്കൂളിൽ എത്ര ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടോ അത് മാത്രമേ പരിഗണിക്കുള്ളൂ സത്യത്തിൽ. പക്ഷെ നിങ്ങൾ മാക്സിമം ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ക്രിസ്മസ് എക്സാം ഒക്കത്തിനും യൂസ്ഫുൾ ആവും. അപ്പൊ നിങ്ങൾ ഇപ്പോൾ മിസ് ഔട്ട് ആയ ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് പെൻഡിങ്ങിൽ വെക്കുക. ഇപ്പൊ ഇനി മുന്നോട്ടുള്ളത് എന്ത് ചെയ്യാം, മേക്കപ്പ് ചെയ്യാം. PYQ ചലഞ്ച് വെച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവർക്ക് മിസ് ഔട്ട് ആയ ചാപ്റ്റർ പഠിക്കാം. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എത്ര ദിവസം നിങ്ങൾ PYQ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതായത് വേണമെങ്കിൽ ഒരു 5/8 കംപ്ലീറ്റഡ് ആ ജേർണി ബാക്കിയോട് കാണട്ടെ, മോട്ടിവേഷൻ കിട്ടട്ടെ. ആൻഡ് ഫൈനൽ ഒരു സാധനം കൂടി ഉണ്ട്. ഇടയ്ക്ക് മോട്ടിവേഷൻ കുറഞ്ഞു പോയി, മോട്ടിവേഷൻ വേഗം ചോർന്നു പോകും. അപ്പൊ ചോർന്നു പോയ മോട്ടിവേഷൻ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി രാവിലെ 6 മണിക്ക് മോർണിംഗ് ബൈറ്റ്സ് എല്ലാ ദിവസവും എല്ലാ ദിവസവും മോട്ടിവേഷൻ പെട്ടെന്ന് ചോർന്നു. അതുകൊണ്ടാണ് രാവിലെ 6 മണിക്ക് നമുക്ക് മോട്ടിവേഷൻ. രാവിലെ 6 മണിക്ക് ഒരു സെഷൻ ഓൾറെഡി കഴിഞ്ഞിരുന്നു. ഈ മൺഡേ കഴിഞ്ഞിരുന്നു. ഇനി കമ്മിങ് ഡേയ്സിൽ ഏത് ദിവസമാണ് വേണ്ടത് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അജാസാറ കിഡിലെ മോട്ടിവേഷൻ ആയിരിക്കും, 15 മിനിറ്റ്സ് സെഷൻ ആയിരിക്കും. ഇതിനി ഈ ഒരു ഇയർ മൊത്തം കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അജാസാർ എണീപ്പിച്ചിരിക്കും അല്ലേ. അപ്പം ഓൾ ദി ബെസ്റ്റ്. 15 ഡേയ്സിൽ കൂടെ ഉള്ളവരാണെങ്കിൽ അടിപൊളി, ഇല്ലാത്തവരാണെങ്കിൽ കൂടെ കൂടിക്കോ, പൊളിക്കാം. ബൈ.